ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് രസമാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ സ്റ്റൈലല്ല, തമിഴ്നാട്ടുകാരുടെ സ്റ്റൈലാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുതേ. ഞാനിവിടെ ഇടത്തരം വലിപ്പത്തിലുള്ള 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് അടുപ്പിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് പുളി വെള്ളത്തിയിടണം. ഏകദേശം ഒരു നാരങ്ങ, വലിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, 2 പച്ചമുളക്. ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അത്യാവശ്യം അങ്ങനെ നന്നായിട്ട് അരിഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ച രീതിയിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ചേർത്തത് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് മൂത്ത വന്ന ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ 2 എണ്ണം വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നേരത്തെ വേവിച്ച് വെച്ച ബീട്രൂട്ട് നന്നായിട്ട് ആറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ഞാൻ ചെറിയൊരു കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇത് കുറുകയാണെങ്കിൽ ആവശ്യാനുസരണം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഹെൽത്തി രസം ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ചവയിൽ കാണത്തില്ല, കാരണം നമ്മളിത് വേവിച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്